Good day to all of you. Welcome to Easy Physics. 10th ക്ലാസ്സിന്റെ ബോർഡ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് 10 ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബേസിക് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചുകൂടെ ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. The rate of flow of an electric charge is known as, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് കണ്ടക്ടൻസ്, ഇലക്ട്രിക് കറന്റ് or none of these. നമ്മൾ ഇലക്ട്രിക് കറന്റിന്റെ ഡെഫിനിഷൻ പഠിച്ചിരുന്നു. ഇലക്ട്രിക് കറന്റ് is the rate of flow of electric charge. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. എല്ലാവരും ഞാൻ ആൻസർ പറയുന്നതിനേക്കാളും മുന്നേ തന്നെ ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിക്കുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഏതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? The SI unit of electric current is what? What is the SI unit of electric current? ഇതും നമ്മൾ പഠിച്ചു തന്നെയാണ്. ആംപിയർ ആണ് ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. The instrument used for measuring electric current. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് അമ്മീറ്റർ എന്നാണ്. ഗാൽവനോമീറ്ററും ഇലക്ട്രിക് കറന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ ഗാൽവനോമീറ്റർ കറന്റ് മെഷർ ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്. അതേസമയം കറന്റിന്റെ പ്രസൻസ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ കറന്റ് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അമ്മീറ്റർ ആണ്. നാലാമത്തെ ചോദ്യം എന്താണ്? The amount of work done in joules when 1 unit of electric charge moves from one point to another point in an electric circuit is called dash. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം one point to another point. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അടുത്ത ചോദ്യം, ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഏത് യൂണിറ്റിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്തിരുന്നത്? വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആൻഡ് കറന്റ് ഐ ഇസ് ഡാഷ്. ഈ കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ പഠിക്കാനായിട്ട് നമ്മൾ ഓംസ് ലോ പഠിച്ചിരുന്നു. ഓംസ് ലോ അനുസരിച്ച് എന്താണ് സ്റ്റേറ്റ്മെന്റ്? ദ electric current flowing through a conductor is directly proportional to potential difference across its end provided the temperature remains constant. അതായത് കറന്റും പൊട്ടൻഷ്യലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള കറക്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ്. അപ്പൊ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്നുള്ളതാണ് വിയും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. The relation between potential difference V and current I was discovered by whom? ഓംസ് ലോ ആണ് ഈ റിലേഷൻ തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് നത്തിങ് അതർ ദാൻ ഓം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 8th question. The obstruction offered by the material of conductor to the passage of electric current is known as. ഇതും ഒരു ബേസിക് ഡെഫിനിഷനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്താണ്? ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ന്യൂട്ടൺ, ഓം, വാട്ട്, ജൂൾ. ഓംസ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കൊണ്ടുവന്നത് തന്നെ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഓം. എല്ലാവർക്കും ഞാൻ ആൻസർ പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തരുന്നുണ്ട്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് അബൌട്ട് the electrical setup for the verification of Ohm's law. ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിച്ചു നോക്കാം. അത് കറക്റ്റ് ആണോ അതോ റോങ് ആണോ എന്നുള്ളത്. The voltmeter is connected in parallel with the non-resistance.
ഡെഫിനറ്റ്ലി വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരമല്ല. The ammeter is connected in series in the circuit. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The rheostat can only increase the resistance in an electric circuit. Rheostat എന്ന് വെച്ചാൽ എന്താണ്? It is a variable resistor. Variable resistorന്റെ ഫംഗ്ഷൻ ഒരു സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിനെ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. ഓൺലി ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ട്രൂ, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇതാണ്. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട് ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം, അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ദ സിംഗിൾ കീ ഇസ് യൂസ് ടു സ്വിച്ച് ഓൺ ഓർ ഓഫ് ദ ഇലക്ട്രിക് സർക്യൂട്ട്. ഓംസ് ലോയിൽ നമ്മൾ ഒരു വൺ വേ കീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ സ്റ്റേറ്റ്മെന്റ് എ, ബി ആൻഡ് ഡി എല്ലാം ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് സി ആണ്. അടുത്ത ചോദ്യം എന്താണ്? എമംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് കാര്യത്തിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് പഠിച്ചിരുന്നു. റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഓൾസോ. അവിടെ ഒന്നും വരാത്ത ക്വാണ്ടിറ്റി ഏതാണ്? ഡെൻസിറ്റി. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇസ് ഡെൻസിറ്റി. ഡെൻസിറ്റിനെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം എന്താണ്? The resistance of a conductor is directly proportional to. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിരുന്നു ഏതിനോടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെയും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? The resistance of a conductor is inversely proportional to. Directly proportional to length ആണ്, പക്ഷെ inversely proportional to area of cross section. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? A current of 2 ampere flows through a conductor whose ends are at a potential difference of 4 volt. The resistance of the conductor is what? ഇവിടെ നമുക്ക് കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും തന്നിട്ടുണ്ട്. എന്താണ് കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ? R is equal to V by I എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ V തന്നിരിക്കുന്നത് 4 എന്നാണ്, I തന്നിരിക്കുന്നത് 2 ആംപിയർ എന്നാണ്. 4/2ന്റെ ആൻസർ എത്രയാണ്? നത്തിങ് ബട്ട് 2. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ ആൻസർ ഇവിടെ 2 ഓം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്താണ്? The rheostat is used in the circuit to dash. എന്താണ് ഒരു സർക്യൂട്ടിലെ റിയോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ? Increase the magnitude of current only, decrease the magnitude of current only, increase or decrease the magnitude of current, none of these. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്റർ ആണ്. സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. റെസിസ്റ്റൻസ് കൂട്ടുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കറണ്ട് കുറഞ്ഞു. റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? കറണ്ട് കൂട്ടി. അപ്പോ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? റിയോസ്റ്റാറ്റ് ക്യാൻ ബി യൂസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? ഡ്യൂറിംഗ് ദ വെരിഫിക്കേഷൻ ഓഫ് ഓംസ് ലോ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ എപ്പോഴും സീരീസിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതേസമയം വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഏത് രീതിയിലാണ് ഈ സർക്യൂട്ട് കമ്പോണൻസ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. എന്താണ്? അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് വോൾട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ. അത് ഏത് ഓപ്ഷനിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ബിയിലാണ് അത് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് വോൾട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലബോറട്ടറി അപ്പാരറ്റസ് is not used during the verification of Ohm's law? Ohm's law വെരിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്നാണ് നമ്മൾ അവിടെ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് വോൾട്ട് മീറ്റർ ഉപയോഗിക്കും, കറന്റ് മെഷർ ചെയ്യാനായിട്ട് അമ്മീറ്റർ ഉപയോഗിക്കും. ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറന്റും വാരി ചെയ്യാനായിട്ട് നമ്മൾ റിയോസ്റ്റാറ്റും ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഉപയോഗത്തിൽ വേണ്ടാത്ത ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഗാൽവനോമീറ്റർ.
ഗാൽവനോമീറ്റർ കറന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഓംസ് ലോ വെരിഫൈ ചെയ്യാനായിട്ട് കറന്റ് അളക്കേണ്ടതുണ്ട്, മെഷർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മീറ്ററും വോൾട്ട് മീറ്ററും റിയോസ്റ്റാറ്റും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഗാൽവനോമീറ്റർ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടില്ലാത്ത ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. കൺവെൻഷനലി ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇസ് ടേക്കൺ ആസ് ഡാഷ്. നമ്മൾ എപ്പോഴും ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യാറുള്ളത്? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അതായത് ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ പോസിറ്റീവ് ചാർജ് മൂവ്സ്. ഇത് ഏത് സ്റ്റേറ്റ്മെന്റിലാണ് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് നോക്കാം. ഏതാണ്? ഓപ്ഷൻ ഡി, ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. മനസ്സിലായി കാണുമല്ലോ അല്ലെ? അടുത്ത ചോദ്യം എന്താണ്? ദ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിക്ക് നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നു. എന്താണത്? ആർ എ ഡിവൈഡഡ് ബൈ എൽ. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, അതിന്റെ യൂണിറ്റ് ഓം. എ എന്ന് പറയുന്നത് ഏരിയ, യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. എൽ എന്ന് പറയുന്ന ലെങ്ത്, അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ യൂണിറ്റ് ആയിട്ട് എന്താ കിട്ടിയത് നമുക്ക്? ഓം മീറ്റർ. ഓം മീറ്റർ എന്ന് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എഴുതിയിരിക്കുന്നത് ഏതിലാണ്? ഓപ്ഷൻ സിയിലാണ്. ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ ഉള്ള അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാം. An electric iron draws a current of 4 ampere when connected to a 220 volt means its resistance must be. ഈ ഒരു ജെൻസിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. റെസിസ്റ്റൻസും പൊട്ടൻഷ്യൽ ഡിഫറൻസും കറന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആർ ഈക്വൽ ടു വി ബൈ ഐ. ഇവിടെ തന്നിരിക്കുന്നത് വോൾട്ടേജ് 220 എന്നാണ്, ഡിവൈഡഡ് ബൈ കറന്റ് തന്നിരിക്കുന്നത് 4 എന്നാണ്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 55 ഓം എന്ന് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. സി, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത 20 MCQ ക്വസ്റ്റ്യൻസും ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ നോളജ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ കൂടുതലായിട്ടും ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഹയർ ഓർഡർ തിങ്കിങ് ആയിട്ടുള്ള MCQs ആണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേസ്, ഞാൻ ആൻസർ പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ പലർക്കും ആൻസർ ഗസ് ചെയ്യാൻ പറ്റി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. Thank you for watching. Have a wonderful day ahead to all of you.